സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ബഷീറിന്റെ "എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു" എന്ന നോവലിൽ അഭിമാനിയായ കുഞ്ഞിത്താച്ചുമ്മ തന്റെ അയൽക്കാരനായ നിസാർ അഹമ്മദിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ട്. തോട്ടിറമ്പിൽ ബലവിസർജനം നടത്തുന്നത് ശരിയല്ല എന്ന് അയാൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു കാരണം. 1940കളാവണം കഥാകാലം. എന്തായാലും കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ വെളിക്കിറങ്ങുക എന്ന ഭാഷാ പ്രയോഗത്തിന്റെ നിരുക്കിയെ കക്കൂസുകളുടെ ഉപയോഗത്തിലൂടെ മലയാളിയുടെ ശീലപരിണാമം റദ്ദു ചെയ്യുകയുണ്ടായി. എന്നാൽ ഇതല്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെയും സ്ഥിതി. ആരോഗ്യത്തിന്റെയും സാമൂഹ്യ ശുചിത്വത്തിന്റെയും ഭാഗമായി കക്കൂസുകൾ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യമാണെന്ന ബോധ്യം ജനസംഖ്യയുടെ പകുതിയിലേറെ പേരെയും ഇനിയും സ്പർശിച്ചിട്ടില്ല. വികസനത്തിന്റെ നട്ടപ്പാച്ചിലിനിടയിൽ ശൗചാലയങ്ങളും ആവശ്യമാണെന്ന സ്വച്ഛ ഭാരത സങ്കല്പത്തിലേക്ക് ഭരണകൂടം ഉണരാൻ തുടങ്ങുന്നതേയുള്ളൂ. ഈ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമ ബംഗാളിന്റെ കിഴക്കൻ ജില്ലയായ നദിയായിൽ 2013-15 കാലത്ത് നടത്തിയ സോബാർ ശൗചാഘർ എന്ന ജനകീയ പദ്ധതി രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാമൂഹ്യ വിപ്ലവമായിരുന്നു. 2013 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ 2015 മാർച്ച് 15 വരെയുള്ള ഹ്രസ്വ കാലയളവിൽ 52 ലക്ഷത്തോളം ജനസംഖ്യയുള്ള നദിയ തുറന്ന പ്രദേശത്തെ മലമൂത്ര വിസർജനത്തിൽ നിന്ന് പൂർണ്ണമായി വിമുക്തമായ ജില്ലയായി ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പ്രഖ്യാപിക്കാൻ സാധ്യമാം വിധം ബൃഹത്തും വിജയകരവുമായിരുന്നു ഈ പദ്ധതി. അവിശ്വസനീയമായ ഈ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ വിഭാവനവും നിർവഹണവും ഒരു മലയാളിയുടേതായിരുന്നു. നദിയ ജില്ലയുടെ കലക്ടറായിരുന്ന PB സലീം എന്ന ഈ മൂവാറ്റുപുഴക്കാരനെ നേരത്തെ കേരളീയർക്ക് പരിചയമുണ്ട്. കോഴിക്കോട്ടെ കലക്ടറായിരിക്കെ കലാപാനന്തര മാറാട്ടെ മനുഷ്യർക്കിടയിൽ സ്നേഹ സൗഹൃദങ്ങൾ വീണ്ടെടുക്കാൻ യത്നിച്ച ഭരണാധികാരി എന്ന നിലയിൽ ഇപ്പോൾ കൽക്കത്തയുടെ ജില്ലാ ഭരണാധികാരിയായ PB സലീം വംഗഭൂമിയുടെ ദീർഘകാല ശീല പാരമ്പര്യങ്ങളെ തിരുത്തിയ നദിയ ദൗത്യത്തിന്റെ കഥ പറയുന്നു വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ. ബംഗാളിൽ 2001 ഞാൻ സിവിൽ സർവീസിൽ വരുന്നത്. അപ്പോൾ 2001 മുതൽ ഇവിടെ ഉണ്ടായിരുന്നു, 2008 വരെ. 2008 നാട്ടിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വരും, 4 വർഷം. 2008 മുതൽ 2012 വരെ. ശേഷം വീണ്ടും 12 അവസാനം ബംഗാളിലേക്ക് വന്ന് നദിയ ജില്ലയിലെ കളക്ടറായിരുന്നു 2.5 വർഷം. അതിനുശേഷം ഇപ്പോൾ സൗത്ത് 24 പർഗാനാസ് ജില്ല, കൽക്കത്ത ഉൾപ്പെടുന്ന ഡിസ്ട്രിക്റ്റ്. ഈ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഇന്ന് വെളിപ്രദേശത്ത് മലമൂത്രം വിസർജനം ചെയ്യുന്ന ആളുകളുടെ സംഖ്യ ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളെക്കാളും വളരെയധികമാണ്. കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക രാജ്യങ്ങളിൽ ഇന്ത്യയേക്കാൾ ഇക്കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന 2-3 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇന്ത്യയേക്കാൾ വളരെ മുന്നിലാണ്. ശ്രീലങ്കയിൽ ഏകദേശം 2% മാത്രം ആളുകളാണ് വെളിയിൽ പോകുന്നത്, അല്ലെങ്കിൽ കക്കൂസ് സൗകര്യം ഇല്ലാത്തത്. ബംഗ്ലാദേശിൽ, നമ്മുടെ തൊട്ട് അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ 4% മാത്രം ആളുകളാണ്. ഇന്ത്യയിലത് ഏകദേശം 50%-ത്തിലധികമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആരോഗ്യപരമായിട്ടും സാമൂഹ്യപരമായിട്ടുമുള്ള ഒരു പ്രത്യാഘാതം അത് വളരെ വലുതാണ്. എന്തുകൊണ്ടോ അത് കൃത്യമായിട്ട് എനിക്കൊന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഫോക്കസ് ആയി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ വികസനത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ഒരു അജണ്ടയായിട്ട് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്കൊന്ന് വ്യക്തികൾ എന്ന നിലയ്ക്ക് നമ്മൾ എന്തുകൊണ്ടോ അതൊരു നമ്മുടെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റി നമുക്ക് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ വലിയ സൗകര്യങ്ങൾ ഇല്ലാതെ, ആർഭാടമില്ലാതെ, സാധാരണ ഒരു സ്ലാബ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണമെങ്കിൽ, ഒരു കക്കൂസ് ഉണ്ടാക്കണമെങ്കിൽ അതിന് പറഞ്ഞ വലിയ എമൗണ്ട് വേണ്ടി വരുന്നത്. ഒരു 4,000-5,000 രൂപയുണ്ടെങ്കിൽ ഈ പ്രദേശങ്ങളിലെല്ലാം, കേരളത്തിൽ ഒരു പക്ഷേ കുറച്ചുകൂടി അധികമായിരിക്കും, പക്ഷേ കേരളം ഒഴികെയുള്ള മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ബംഗാളിലെല്ലാം 5,000 രൂപയുണ്ടെങ്കിൽ ഒരു സ്ലാബ് വച്ചിട്ടുള്ള പ്രാഥമിക സംവിധാനം ഏർപ്പെടുത്താൻ പറ്റും. പക്ഷെ അത് ചെയ്യാതെ
പക്ഷെ അതിനുള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുന്നില്ല. 1.5 വർഷം കൊണ്ട് 3,56,000-ഓളം കക്കൂസുകൾ നിർമ്മിച്ച് സർക്കാർ പദ്ധതി നിർവഹണത്തിന്റെ ചരിത്രത്തിൽ രാജ്യത്തിന് പുതിയ മാതൃകയായി സോബാർ ശൗചാഘർ. ബോധവൽക്കരണം, പ്രചരണം, വിഭവ സമാഹരണം, വിദഗ്ധ തൊഴിലിന്റെ പരിശീലനം, അധ്വാനത്തിന്റെ മൂലധനോന്മുഖമായ രൂപാന്തരം, ഇങ്ങനെ നിരവധി വിധാനങ്ങളിൽ ഒട്ടേറെ ഏജൻസികളെ കൂട്ടിച്ചേർത്ത് സാധ്യതയുടെ എല്ലാ സ്രോതസ്സുകളെയും തുറന്നുവിട്ടുകൊണ്ടൊരു വിസ്മയം പോലെയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. എല്ലാ ജനവിഭാഗങ്ങളും മതസ്ഥാപനങ്ങളും അടക്കം എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളും എല്ലാ കർമ്മ മേഖലകളും ഇതിൽ പങ്കുചേർന്നു. ജനങ്ങളെ സാമൂഹിക പരിണാമത്തിന്റെ മുന്നണി പോരാളികളാക്കുന്നതിൽ ഭാവനയും ഇച്ഛാശക്തിയും പ്രതിജ്ഞാബദ്ധതയുമുള്ള ഒരു ഭരണാധികാരിക്ക് കഴിയും എന്ന് സലീം തെളിയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി ആലോചിച്ചപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് ഒരു സർക്കാർ പദ്ധതിയായിട്ട് അല്ലെങ്കിൽ പരിപാടിയായിട്ട് നടപ്പിലാക്കിയാൽ ഒരുപക്ഷെ നമുക്ക് കക്കൂസുകൾ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും, പക്ഷെ ആളുകളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ നമ്മൾ 1.5 വർഷം കൊണ്ടാണ് ഈ പദ്ധതി മൊത്തം പൂർത്തിയാക്കിയത്. ഇനീഷ്യൽ 6 months പൂർണ്ണമായിട്ടും ഈ പദ്ധതിക്കായിട്ട് വേണ്ട മൊബിലൈസേഷനും വിഭവ സമാഹരണമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ചെയ്തത്. കാരണം ഇത് ചെയ്യാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതി ഒരു സാധാരണ സർക്കാർ പദ്ധതിയോ അല്ലെങ്കിൽ ഒരു പരിപാടിയല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ജീവിതത്തിൽ ഇന്ന് വരെ കക്കൂസ് ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് അതിൽ നിന്ന് മാറ്റി പുതിയൊരു സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ വീടിനടുത്തുള്ള കോമ്പൗണ്ടിലുള്ള അല്ലെങ്കിൽ വീടിനുള്ളിലുള്ള കക്കൂസ് ഉപയോഗിക്കുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തത് സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും അല്ലെങ്കിൽ മുഴുവൻ സംവിധാനങ്ങളെയും ഇതിലേക്ക് ആദ്യമേ തന്നെ നമ്മൾ പ്ലാനിൽ ഉൾപ്പെടുത്തി. യുവജനങ്ങളെ സ്വാധീനിക്കാനായിട്ട് യൂത്ത് ക്ലബ്ബുകളുടെ സഹായം തേടി നമ്മൾ, അമ്മമാരെ സ്വാധീനിക്കാനായിട്ട് ഡോക്ടർമാരുടെ മെഡിക്കൽ സംവിധാനത്തിൻ്റെ സ്വാധീനം നേടി, എന്താ പറയുക, പള്ളിയിലും അമ്പലങ്ങളിലും പോകുന്ന ഭക്തജനങ്ങളെ സ്വാധീനിക്കാനായിട്ട് അവരുടെ പള്ളി അമ്പലം പോലുള്ള സംവിധാനങ്ങളുടെ സ്വാധീനം നേടി, അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് സ്വാധീനം ചെലുത്തുന്ന ആളുകൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും സഹായം അല്ലെങ്കിൽ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മളുടെ പഞ്ചായത്തി രാജ് സംവിധാനം, ഗ്രാമപഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത് വരെയുള്ള പഞ്ചായത്തി സംവിധാനം പൂർണ്ണമായിട്ട് ഇതിൽ കൊണ്ടുവന്നു. നമ്മളുടെ കുടുംബശ്രീ പോലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സംവിധാനം അത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ് തുടങ്ങിയിട്ടുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാരാമെഡിക്കൽ അല്ലെങ്കിൽ സംവിധാനങ്ങൾ അവരെ കൊണ്ടുവന്ന്, അതോടൊപ്പം മേജറായിട്ട് കൊണ്ടുവന്ന മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയങ്ങളുടെ അധ്യാപകരും വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ നദിയയിൽ ഏകദേശം 4500-ഓളം സ്കൂളുകൾ ഉണ്ട്, പ്രൈമറി മുതൽ അപ്പർ പ്രൈമറി ഹയർ സെക്കൻഡറി വരെ. അതിൽ ഏകദേശം 8.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഒരു സംവിധാനം ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തത് എല്ലാ ആഴ്ചയും തിങ്കളാഴ്ചകളിൽ സ്കൂളിലെ പ്രാർത്ഥനയ്ക്ക് പകരം ശുചിത്വത്തെ പറ്റിയുള്ള പ്ലഡ്ജ് ടേക്കിങ്ങും, അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളിലൂടെ അവരുടെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും എത്തിക്കാനായിട്ട് ഓരോ ലെറ്റർ കൊടുത്തുവിടുക അല്ലെങ്കിൽ മെസ്സേജ് കൊടുത്തുവിടുന്ന സംവിധാനം ഏർപ്പെടുത്തി. അപ്പോൾ അതിൽ ചെയ്തത് കുട്ടികൾ എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിജ്ഞ എടുക്കുന്നത്, ഞാൻ വെളിയിൽ പോയി മലമൂത്ര വിസർജനം ചെയ്യില്ല, ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരോടും വെളിയിൽ പോകുന്നതിനെതിരായിട്ട് അല്ലെങ്കിൽ വിലക്കി കൊണ്ട് പറയും. എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ കഴിയുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കും എന്ന രീതിയിലാണ് പ്രതിജ്ഞ. അപ്പോൾ ഇതെല്ലാം ഓരോ ആഴ്ചയും ഒരേ മെസ്സേജ് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഏത് സാമൂഹ്യ മാറ്റത്തിനായിട്ട് ചെയ്യുന്ന എല്ലാ പരിപാടികളുടെയും അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാനും ആളുകളുടെ
ഒരു ലെവലിൽ ഈ സാധനം എത്തിക്കാനും അവരുടെ ഒരു ഭാവനയ്ക്കും ചിന്തയ്ക്കും അവരുടെ ഒരു ഭാഗമാക്കി ഇത് മാറ്റിയെടുക്കുക, അവരുടെയും കൂടി ആവശ്യമാക്കി മാറ്റിയെടുക്കുമ്പോഴാണ് ഇതൊരു സാമൂഹ്യ പ്രസ്ഥാനമായിട്ട് വളർന്നത്. അല്ലെങ്കിൽ ഒരു സർക്കാർ പദ്ധതിയായിട്ട് നിൽക്കും. അപ്പോൾ ഇവരെ സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഇതിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചതാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് എനിക്ക് തോന്നുന്നത്. আইডিয়া হয়ে এইভাবে অনেক রোগী মারা গেছে জানেন আপনি। আর আপনি যদি এরকম থাকেন তাহলে কি করে হবে? আপনি আগে বানান, তারপর আপনার ওষুধ লিখবো। ഒരു ആശയം സാമൂഹ്യ ശക്തിയായി രൂപാന്തരപ്പെടുന്നതിന്റെ അനുഭവ പാഠമായിരുന്നു നദിയ മാതൃക എന്ന് സലീം വിശ്വസിക്കുന്നു. കോഴിക്കോട്ട് കലക്ടറായിരിക്കുമ്പോഴും ബംഗാൾ കേഡറിലേക്ക് തിരിച്ചെത്തിയപ്പോഴും ഇദ്ദേഹം ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത നിരവധി പദ്ധതികൾ ഔദ്യോഗിക പദവിയുടെ കൃത്യനിർവഹണത്തിന് പുറത്ത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യന്റെ നൈതിക വാഗ്ദാനങ്ങളായി നിലനിൽക്കുന്നവയാണ്. നദിയിൽ ചെയ്ത ഈ പദ്ധതിയുടെ അതിൻ്റെ ഏറ്റവും വലിയ മേന്മയായിട്ട് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ അത് അവാർഡിനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യം അതിൻ്റെ വിഭവ സമാഹരണമാണ്. ഏകദേശം 4 ലക്ഷം കക്കൂസുകൾ നിർമ്മിക്കുക, അത് 400 കോടി രൂപ, ഒരു കക്കൂസിന് ഏകദേശം 10,000 രൂപ വച്ചിട്ടെന്നുള്ള രീതിയിൽ കണക്കാക്കി. അപ്പോൾ നമ്മളതിന് ചെയ്തൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള തൊഴിലുറപ്പ് പദ്ധതി, അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പണി ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളെയും ഉപയോഗിച്ച് മറ്റിപ്പോൾ കാടുവെട്ടൽ അല്ലെങ്കിൽ റോഡ് സൈഡിൽ വൃത്തിയാക്കൽ ഈ പരിപാടികൾ ചെയ്യുന്നതിന് പകരമായിട്ട് അവരെ കൊണ്ട് നമ്മുടെ ഇതിനാവശ്യമായിട്ടുള്ള പണികൾ ചെയ്യിച്ചു. അപ്പോൾ വീടുകളിൽ ഇതിനു വേണ്ട നിലം ഒരുക്കുക അല്ലെങ്കിൽ ഇതിനു വേണ്ട കുഴിയെടുക്കുക, ഈ പരിപാടികൾ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട തൊഴിലാളികളെ കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം ഉപയോഗിച്ച് ചെയ്തു. അപ്പോൾ അതിലൂടെ ഏകദേശം 400 കോടിയുടെ ഏകദേശം 200 കോടിയിലധികം അതിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അതുപോലെ നമ്മൾ ചെയ്ത മറ്റൊരു കാര്യം, ഇതിന് പണിയെടുക്കാൻ വേണ്ട ബാക്കി ഇപ്പോൾ കുഴിയെടുക്കലും മറ്റു പരിപാടികളും കഴിഞ്ഞ് ഇതിൻ്റെ എന്താ പറയുക മുറി പണിയാൻ കക്കൂസിനുള്ള കെട്ടിടം പണിയുന്ന പണി നമ്മുടെ നാട്ടിലിപ്പോൾ ഈ കുടുംബശ്രീ പോലെ ബംഗാളിലുള്ള NRLM എന്ന് പറയും, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ്റെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് അതിനുവേണ്ട പരിശീലനം കൊടുത്ത് മേസ്തിരിയായി പണിയെടുക്കാനുള്ള പരിശീലനം നമ്മൾ ഏർപ്പെടുത്തി NGOസിൻ്റെ മാധ്യമത്തിലൂടെ. അങ്ങനെ ഈ സ്ത്രീകളെ കൊണ്ട് ഈ പണികൾ അവർക്ക് ഈ പണികൾ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ തുടങ്ങുമ്പോൾ ഏകദേശം 40% ആളുകൾ വെളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. 40% എന്ന് പറഞ്ഞാൽ 52 ലക്ഷം ആളുകളിൽ ഏകദേശം 22-23 ലക്ഷം ആളുകൾ പൂർത്തിയാക്കിയ സമയത്ത് യൂണിസെഫ് ഇതിന് അസസ്മെൻ്റ് നടത്തി. എല്ലാ വില്ലേജുകളിലും എല്ലാ വീടുകളിലും പോയി ഹൗസ് ടു ഹൗസ് വെരിഫിക്കേഷൻ നടത്തി ശരിക്കും ഇത് ഉണ്ടായിട്ടുണ്ടോ, കക്കൂസുകൾ നിർമ്മിച്ചിട്ടുണ്ടോ, അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി. അതിനുശേഷം അവർ കണ്ടെത്തിയത് 60% നിന്ന് ഇത് ഈ 1.5 വർഷം കൊണ്ട് 99.8%, 99.8% ടോയ്ലറ്റ് യൂസേജ് വർദ്ധിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കൽക്കത്ത കേരളീയ സമാജത്തിൻ്റെ ഞങ്ങളുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചും ഞങ്ങളുടെ ആദ്യത്തെ ആനിവേഴ്സറിയിൽ അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ മുഖ്യ അതിഥി. നമ്മളതിനെ കാണുന്നത് ആക്ച്വലി ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ളൊരു ചിന്തയിൽ എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നത് മാവേലിയെ പോലെ തന്നെ ഒരു സമ്മതനായ ഒരു ഭരണാധികാരി ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് തനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യുകയും ചെയ്യുക എന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ കോഴിക്കോട് വളരെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്തൊരു കാര്യമായിരുന്നു സ്പർശം പദ്ധതി. സ്പർശം പദ്ധതി ഞാൻ കോഴിക്കോട് ചാർജ് എടുക്കുന്നതിന് ഏകദേശം 2 വർഷം മുന്നേ 1.5 വർഷം മുന്നെയാണ് കോഴിക്കോട് മാറാട് ഒരു കലാപം ഉണ്ടായത്. സ്ത്രീകളെ തൊഴിലധിഷ്ഠിത പരിപാടികളിലൂടെ സംഘടിപ്പിച്ചിട്ട് അവർ ഈ കലാപത്തിൻ്റെ കാര്യങ്ങൾ മറന്നുകൊണ്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പുകളാക്കി സംഘടിപ്പിച്ച് അതിലൂടെ അവർക്കൊരു ജീവിതോപാധിയും കണ്ടെത്തി കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയും എന്ന ഒരാശയത്തിലൂടെയാണ് നമ്മൾ സ്പർശം പദ്ധതി ഉണ്ടാക്കുന്നത്. 5 പേരുടെ വീതം ഗ്രൂപ്പ് ഉണ്ടാക്കി. 5 പേരുടെ ഗ്രൂപ്പിൽ ഞാൻ വച്ചൊരു കണ്ടീഷൻ, ഗ്രൂപ്പിൽ 2 വിഭാഗം ആളുകളും ഉണ്ടാവണം.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇപ്പോൾ 5 പേര് കൂടിയിട്ട് ചെരുപ്പുണ്ടാക്കുകയാണെങ്കിൽ മാക്സിമം ചെരുപ്പുണ്ടാക്കാൻ ശ്രമിക്കണം, എന്നാലും പൈസ അധികം കിട്ടുള്ളൂ. ചെരുപ്പ് മാക്സിമം ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പരസ്പരം മനസ്സുകൊണ്ട് സംസാരിക്കണം. അപ്പോൾ മനസ്സുകൊണ്ട് ചെരുപ്പുണ്ടാക്കുന്ന സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഒരു സ്ഥിതി വെച്ചിട്ട് മറ്റു കാര്യങ്ങൾ മറക്കാനും പൊറുക്കാനും അല്ലെങ്കിൽ ഇതാക്കാനുള്ള ഒരു മാനസിക സ്ഥിതി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്ത പോലെ തന്നെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ അത് വർക്കൗട്ടായി വന്നു. കോഴിക്കോട് ചെയ്ത മറ്റൊരു കാര്യം, അത് വളരെ നല്ല രീതിയിൽ നടക്കുന്നൊരു കാര്യം, ഏഞ്ചൽസ് ആംബുലൻസ് നെറ്റ്വർക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തത് ജില്ലയിലുണ്ടായിരുന്ന ആംബുലൻസ് ഓപ്പറേറ്റർമാരെ വിളിച്ചു ചേർത്ത് അതിൽ കുറച്ച് സാമൂഹ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള 50 ആംബുലൻസുകളെ തിരഞ്ഞെടുത്ത് ഈ 50 ആംബുലൻസുകളിൽ GPS മെഷീൻ വെച്ചു. GPS മെഷീൻ വെച്ച് ഒരു സിംഗിൾ നമ്പറും നമ്മൾ BSNL നിന്ന് എടുത്തു. അപ്പോൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ജില്ലയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ആംബുലൻസുകൾ മൊത്തം സർവീസ് കൊടുക്കാവുന്ന സിസ്റ്റം. അദ്ദേഹം അറിയപ്പെടുന്ന തന്നെ ജനങ്ങളുടെ കളക്ടർ എന്നുള്ള ഒരു പേരിലാണ്. അതായത് ആ IAS കാരനാണെങ്കിൽ പോലും അല്ലെങ്കിൽ അത്രയും വലിയൊരു ബ്യൂറോക്രാറ്റ് ആണെങ്കിൽ പോലും അവിടുന്ന് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കളക്ടറായിട്ടാണ് അദ്ദേഹം വളരെയധികം പേരെടുത്തൊരു വ്യക്തിയാണ്. മൂവാറ്റുപുഴ കിഴക്കേപ്പള്ളി PK ബാവയുടെയും മീര ഉമ്മയുടെയും മകൻ സലീമിനെ സിവിൽ സർവീസിലെത്തിച്ചത് ഉമ്മയുടെ പ്രേരണയായിരുന്നു. 2001 IAS ലഭിച്ച ഏക മലയാളിയായിരുന്നു ഇദ്ദേഹം. ഭാര്യ ഫാത്തിമ MBA ബിരുദധാരിയാണെങ്കിലും കുടുംബിനിയായി സലീമിനൊപ്പം. കേരളവും ബംഗാളും സാമൂഹ്യ രാഷ്ട്രീയ കാരണങ്ങളാൽ പൊതുവെ സമീകരിച്ചു കാണാറുണ്ടെങ്കിലും അനുഭവങ്ങൾ ഈ കാഴ്ചയെ സാധൂകരിക്കുന്നില്ലെന്ന് ഇദ്ദേഹം നിരീക്ഷിക്കുന്നു. ബംഗാളിന്റെ സാമൂഹിക സൂചിക കേരളത്തെ അപേക്ഷിച്ച് ഏറെ താഴെയാണ്. അതുകൊണ്ട് തന്നെ തന്റെ പ്രവർത്തന സാധ്യതയുടെ വ്യാപ്തി ഏറെയാവുകയും ചെയ്യുന്നു. ഞാൻ എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുള്ള കാര്യം, ഇപ്പം നമ്മളെല്ലാവരും വ്യക്തികൾ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കുമുള്ള കഴിവുകളുടെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാവരും അനുഗ്രഹമാണ്. ഇപ്പം നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതും കാണാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒക്കെ ഒരു അനുഗ്രഹം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വളരെ ചെറിയൊരു അംശമാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. ആ ഒരു വിശ്വാസം വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതൊന്നും ഒന്നുമല്ല, ഇതിനേക്കാളുമല്ല എത്രയോ അധികം ചെയ്യാൻ കഴിയും, ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നലുണ്ട്. കാരണം ഇന്നും ഇപ്പോൾ നമ്മളിതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കക്കൂസിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതുപോലുള്ള എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ള പുതിയൊരു കാര്യം ശിശു മരണനിരക്ക് കുറയ്ക്കാന്നല്ല. അപ്പോൾ ബംഗാളിൽ ശിശുമരണ നിരക്ക് ഏകദേശം 35ആണ്. 80% കുട്ടികൾ മരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം മരിക്കുന്നത് ശുചിത്വമില്ലാത്ത ചുറ്റുപാടുകൾ മൂലമാണ്. പ്രസവിക്കുന്ന ആശുപത്രികളിലെ അല്ലെങ്കിൽ ക്ലിനിക്കുകളിലെ ശുചിത്വം ഇതാക്കുക, അവിടെ വാഷ് ബേസിനും എല്ലാവരും സോപ്പിട്ട് കൈ കഴുകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, അവിടുത്തെ ബെഡ്ഷീറ്റ് വൃത്തിയുള്ളത് വയ്ക്കുക, അവിടെ വൃത്തിയായി പൊടിമുട്ടി അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്ലീനായിട്ട് വയ്ക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 80% കുട്ടികൾ മരിക്കുന്നത് കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഓരോ മീറ്റിങ്ങുകൾ ഇവിടെ നമ്മളിപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വഴി അതെല്ലാം മറ്റ് കൂട്ടങ്ങൾ വഴിയാണ് ഇത് ബിൽഡപ്പ് ചെയ്യുന്നത്. എന്ത് പ്രൊജക്റ്റ് ആണെങ്കിലും അത് കൺസീവ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ പറയാറുണ്ട്. ആക്ച്വലി ആ ഭാഗത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് ആവുമ്പോഴേ നമ്മൾ കാര്യം അറിയുന്നുള്ളൂ, ഇത്രയും കാര്യം ചെയ്തു എന്നുള്ളത്. അല്ലാതെ അതിൻ്റെ ഒരു ഹെക്ടിക് ഷെഡ്യൂൾ വീട്ടിലേക്ക് വന്ന് കാണിക്കുകയോ കയറി വരുമ്പോൾ ചിരിച്ചുകൊണ്ടേ കയറി വരില്ല. ഇപ്പോൾ വീട്ടിൽ വരുമ്പോൾ കുട്ടികളെ വിളിച്ചുകൊണ്ട്, അതുപോലെ കുട്ടികളുടെ കൂടെയാണെങ്കിലും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത്, അപ്പം അങ്ങനെ നമുക്കതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡൊന്നും ഏശാറില്ല. ഒരിക്കൽ പ്രാമാണികമാം വിധം മലയാളി ജനതയുടെ സാന്നിധ്യമുണ്ടായിരുന്ന കൽക്കത്തയിൽ അവരുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. എങ്കിലും കേരളത്തിന്റെ അണ്ടർതികളും ഉത്സവങ്ങളും ഇവിടുത്തെ മലയാളി സമൂഹവും സംഘടനകളും ആഘോഷിക്കുന്നു. മലയാളി എന്നത് ഒരു അനുഗ്രഹീത ജന്മമാണെന്ന് ഇവിടെ ഇരിക്കുമ്പോൾ സലീം ഉള്ളാൽ അറിയുന്നു. കൽക്കത്തയിൽ എനിക്ക് തോന്നുന്നു മറ്റ് എല്ലാ പ്രദേശങ്ങളിലും പോലെ തന്നെ
കൽക്കത്തയിലും ആവശ്യത്തിലധികം സംഘടനകളും സംവിധാനങ്ങളും ഉണ്ട്. അവരുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ സംവിധാനങ്ങളുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നാടുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നുണ്ടെന്നുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ ഉള്ള എല്ലാവരോടും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് വെളിയിൽ വരുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം, കേരളത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. കുടിക്കാൻ നല്ല വെള്ളവും അല്ലെങ്കിൽ അതിന് മറ്റ് സൗകര്യങ്ങളും ആ ഒരു എൻവയോൺമെൻറ്റും അല്ലെങ്കിൽ ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശം, സംസ്ഥാനം, അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങൾ, അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ നന്ദിയുള്ളവരായാൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ നാട്ടിന് വെളിയിലേക്കും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത് ചെയ്യേണ്ടത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഭാഗ്യം കിട്ടിയ ചെറുപ്പക്കാർ എന്ന നിലയ്ക്ക് ഈ ഭാഗ്യം നമുക്ക് ബാക്കി അത്ര ഭാഗ്യം കിട്ടാത്ത ആളുകളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.